ഇവിടെ ഭയങ്കര തുല്യതയാണ്, ഇവിടെ എല്ലാവർക്കും തുല്യതയാണ്, ഇവിടെ എന്തുവാ എല്ലാവരും ഒരുപോലെ കാണുന്നതെന്ന് പറഞ്ഞിട്ട് ഈ സംഭവം നിങ്ങളൊന്ന് കണ്ടായിരുന്നു. നേരെ ചൊവ്വെ സംസാരിക്കാൻ അറിയാത്ത ഒരുത്തൻ പള്ളിയിൽ നിസ്കരിക്കാൻ പോയി കഴിഞ്ഞാൽ പലരും മുഖത്ത് നോക്കി ചിരിക്കുന്ന ഒരു വ്യക്തി എന്ന് വെച്ചാൽ എല്ലാവരും കളിയാക്കും. പുള്ളിക്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രശ്നം വെച്ചാൽ സംസാരിക്കുന്നതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. പുള്ളി ഒരു കലാകാരനാണ്, എല്ലാവരും കളിയാക്കുവാണ്. പുള്ളി ആത്മഹത്യ ചെയ്യാൻ നടക്കുവാണ്, കാരണം പുള്ളിയെ കളിയാക്കുന്നുണ്ട്. നിങ്ങൾ എന്താ കളിയാക്കുന്ന കാര്യം പറഞ്ഞ എന്താണ്? എവിടെ നിങ്ങളുടെ സ്ഥലം? എവിടെ പേരെന്താണ്? കുന്നിക്കോട്, കൊല്ലം ജില്ലയിൽ കുന്നിക്കോട്. കൊട്ടാരക്കര. പേരെന്തുവാ? മുഹമ്മദ് ഷാഫി. അപ്പൊ എന്താണ് ആഗ്രഹം നിങ്ങളുടെ? മോഹൻലാലിനെ ഒന്ന് കാണണം, നമ്മുടെ ലാലേട്ടറെ ഒന്ന് കാണണമെന്നാണ് പുള്ളിക്ക് ആഗ്രഹം. എങ്ങനെയൊക്കെ കളിയാക്കുന്നത് നിങ്ങളെ? എവിടെങ്കിലും വെച്ച് പുള്ളി ആരെടുത്തെങ്കിലും മിണ്ടാൻ പോയാൽ, പുള്ളിയുടെ സുഹൃത്തുക്കളെ കാണുമ്പോൾ മിണ്ടാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് നാണക്കേടാണ്. അതെ, പുള്ളിയുടെ സംസാരം ഇതായുണ്ട്. അതായത് ഭൂമിയിലെ ഏറ്റവും കുറവുള്ള ആളെ കണക്കാണ് കാണുന്നത്. പുള്ളിക്ക് ഡാൻസ് കളിക്കാൻ അറിയാം, പാട്ട് പാടാൻ അറിയാം, ഇതെല്ലാം ചെയ്യാൻ അറിയാം. പക്ഷെ പുള്ളിക്ക് ഇങ്ങനൊരു കുറവുള്ളതുകൊണ്ട് ഒരുപാട് പേര് കളിയാക്കുവാണ്. അതുകൊണ്ട് പുള്ളിക്കാരന്റെ നമ്പർ വെച്ചിട്ടുണ്ട്. ഈ കളിയാക്കുന്നവരുടെയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് കൂടിയിട്ടുണ്ട് ഒരു വ്യക്തിയെ കളിയാക്കാൻ? നമ്മളാരും ലോകത്തുള്ളവരാരും വലിയ സംഭവങ്ങളോ ആരുമല്ല. നമ്മളൊരാളെ കളിയാക്കുമ്പോൾ മിനിമം നമുക്കതിനുള്ള ക്വാളിറ്റി വേണം. ഒരാൾ ജനിച്ചപ്പോഴേ പുള്ളിക്കാരൻ്റെ സൗണ്ട് അങ്ങനെയാണ്, അതൊരു പുള്ളിക്കാരൻ്റെ തെറ്റാണോ? പുള്ളിയുടെ തെറ്റല്ല. ജനിച്ചപ്പോഴേ പുള്ളിക്കാൻ അങ്ങനെ ആയിപ്പോയി സൗണ്ട്. അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലല്ല, അത് കളിയാക്കിയിട്ട് എന്ത് പ്രയോജനം? അങ്ങേരെ മാനസികമായിട്ട് തളർത്തിയാൽ നിനക്കൊക്കെ എന്തോ കിട്ടും? ന്യായമായിട്ട് ചോദിക്കുക. ഇപ്പം നിൻ്റെ വീട്ടിൽ ഇപ്പം അഫ്കോഴ്സ് ജസ്റ്റ് ഒരു ബേസിക് ഒരു എക്സാമ്പിൾ, എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ വരുന്നുണ്ട്, എൻ്റെ പെങ്ങൾക്കോ എൻ്റെ ചേട്ടന്മാർക്കോ ആർക്കെങ്കിലും ആണ് ഈ ഒരു അവസ്ഥ വന്നെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അവരെ അങ്ങനെ കളിയാക്കാൻ പോകത്തില്ല. അപ്പം ആ ഒരു ഫീലിംഗ് നിങ്ങൾക്കാണെന്നത്. ഇപ്പം നിങ്ങളുടെ വീട്ടുകാർക്കാണ് ഈ ഒരു അവസ്ഥ വന്നത്, നിങ്ങളുടെ സ്വന്തം അച്ഛനും അമ്മയ്ക്കുമാണ്. അതുകൊണ്ട് നിങ്ങളുടെ അച്ഛനും ഇങ്ങനൊരു സംഭവം ഉണ്ട്, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ട്, നിങ്ങൾ കളിയാക്കും. ഒരാൾക്കൊരു കുറവുണ്ടെന്നുണ്ടെങ്കിൽ അയാളെ നമ്മളെ കൂടെ നിർത്തി അയാളെ കുറവ് അറിയിക്കാതിരിക്കില്ലേ നമ്മൾ നോക്കേണ്ടത്. അതിന് കളിയാക്കുന്നത് എത്രത്തോളം പോകൃത്തരമാണെന്ന് അത് ഒരാൾക്കൊരു വൈകല്യം വരുമ്പോൾ അയാളെ നമ്മൾ കൂടെ നിർത്തുക വേണ്ടത്. അല്ലാതെ കളിയാക്കി കഴിയുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാരെടുക്കുന്ന കളിയാക്കി, അത് കൊച്ചു പിള്ളേരെങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത്രയും പ്രായവും പക്വതയുള്ള ഒരാൾക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല. അങ്ങേർക്ക് എന്തുമാത്രം മാനസികമുള്ള വിഷമം ഉണ്ടായി കാണും. അപ്പോൾ പുള്ളിയുടെ സൗണ്ട് അങ്ങനെ. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ മോശമായിട്ടൊന്നും തോന്നുന്നില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. പുള്ളിക്കാൻ അങ്ങനത്തെ സൗണ്ടാണ്, നല്ല സൗണ്ടാണല്ലോ, എന്താ കേൾക്കാൻ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ബ്രോ പാട്ടൊക്കെ പാടണം. ഈ പറയുന്ന ഒരുപാട് ആൾക്കാർക്ക് ഓരോ വയ്യാഴികളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാർക്ക്. അവരെല്ലാം നല്ല സൂപ്പറായിട്ട് ജീവിച്ചിട്ടില്ല. അവർക്കൊക്കെ നിങ്ങളുടെ കഴിവ് നിങ്ങൾ വെളിയിൽ കൊണ്ടുവരിക, അത്രയേ ഉള്ളൂ. ഈ കളിയാക്കുന്നവന്മാരെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ മാറി നിൽക്കും. നിങ്ങളിതൊന്നും കേട്ട് തളരാതിരിക്കുക. എനിക്ക് പേഴ്സണലി ആ ചേട്ടനൊക്കെ പറയാനുള്ള ഇതാണ്. ഈ കൊണയടിക്കുന്നവന്മാരായാലും നമുക്ക് ആരും ചിലവിനൊന്നും കൊണ്ട് തരുത്തൊന്നുമില്ല, ആരും കൊണ്ട് തരുത്തൊന്നുമില്ല. പിന്നെ എന്തിനാണ് കളിയാക്കുന്നത്? ഈ കളിയാക്കുന്നവരാണോ പുള്ളിക്കാരൻ്റെ ചിലവിന് കൊടുക്കുന്നത്? പിന്നെ എന്ത് യോഗ്യതയുണ്ടോ ഒരാളെ കളിയാക്കാൻ? ഇപ്പം അവനെന്തൊരു ഒരു പലതിൻ്റെ ഒരു വെകിളിത്തരം കാണിച്ച് അങ്ങനെയൊക്കെ കളിയാക്കുന്ന ഓക്കെ. ഇപ്പം പ്രഹസനം കാണിക്കുന്ന കുറേ തീംസ് ഉണ്ട്, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അല്ലാതെ ജന്മനാ ഇങ്ങനൊരു ഡിസാസ്റ്റർ വന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനൊരു ഇഷ്യൂ വന്ന ഒരാൾക്ക് എങ്ങനെ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അറിയാത്ത കൊച്ചു പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അംഗീകരിക്കാം, കൊച്ചു പിള്ളേരാണ്. എന്നാലും ഞാൻ പറഞ്ഞിട്ട്, സ്വന്തം വീട്ടിലെ സ്വന്തം കൂടപ്പിറപ്പുകൾക്കോ ചേട്ടന്മാർക്കൊക്കെ ഇങ്ങനെ വന്നെങ്കിൽ മാത്രമേ, അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഇപ്പം ആ പർട്ടിക്കുലർ ആ ചേട്ടൻ്റെ ഭാഗത്ത് ഇപ്പം നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ കളിയാക്കുന്ന, നിങ്ങളെന്ന് ഞാൻ പറഞ്ഞില്ല, ഈ കളിയാക്കുന്നവന്മാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അവസ്ഥ വന്നാൽ നിങ്ങൾ എന്തോ ചെയ്യും? ഒരാളുടെ കാല് ചെറുതായിട്ട് മടന്തി ഇങ്ങനെ ചെരിഞ്ഞിരിക്കുക, പുള്ളിക്കാരൻ നടക്കാൻ ബുദ്ധിമുട്ട്, പുള്ളിക്കാരൻ ഞുണ്ടിന്ന് വിളിക്കേണ്ട കാര്യമുണ്ടോ? പുള്ളിക്കാരൻ അങ്ങനെയാണെന്ന് അക്സെപ്റ്റ് ചെയ്താൽ പോരെ. അല്ലാതെ എടാ ഞൊണ്ടിക്കാല, നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് സംസാരിക്കാൻ വിക്കുള്ളവനെ നീ വിൽക്കാന്ന് വിളിക്കണ, അവൻ്റെ സംസാര രീതി അങ്ങനെ അക്സെപ്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ബേസിക്കലി നമ്മളൊരാളെ കളിയാക്കാൻ നേരത്ത് നമുക്കുള്ള അർഹതയുണ്ടോ എന്ന് ആദ്യമേ മനസ്സിലാക്കുക. നിങ്ങൾക്കില്ലാത്ത 100 കഴിവുകൾ ചിലപ്പോൾ പുള്ളിക്ക് കാണും. സംസാരം കൊണ്ടും തൊണ്ടയിലെ സൗണ്ട് വന്നില്ലെന്ന് പറഞ്ഞൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കണ്ണ് കാണാത്ത എത്രയോ ആൾക്കാരുണ്ട്, ചെവിയൊക്കെ എത്രയോ ആൾക്കാരുണ്ട്. എൻ്റെ പൊന്ന് ബ്രോ.